ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത തിരുവോണം മാത്രമല്ല, ഇന്ന് അധ്യാപക ദിനമാണ്, നബിദിനമാണ്. ഇതെല്ലാം കൂടി ഒന്നിച്ചെങ്ങനെ ആഘോഷിക്കാം? തിരുവോണവും നബിദിനവും ഒരുമിച്ച് ആഘോഷിക്കുകയാണ് മലയാളികൾ. നബിദിനത്തിൽ ദഫ്മുട്ടുമായാണ് പാലക്കാട് യാക്കരയിലെ നാട്ടുകാർ മാവേലി മന്നനെ വരവേറ്റത്. നാടെങ്ങും മീലാദ് റാലികളും ഘോഷയാത്രകളും ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി പിണറായി വിജയനും നബിദിന ആശംസകൾ നേർന്നു. തിരുവോണവും നബിദിനവും ഒരുമിച്ച് വന്ന സന്തോഷത്തിലാണ് മലയാളികൾ. കേരളത്തിലെ വിവിധയിടങ്ങളിൽ വേറിട്ട പരിപാടികളാണ് ഇന്നു നടന്നത്. മലപ്പുറം അധികാരത്തൊടിയിൽ ഓണപ്പുടവ നൽകിയാണ് നബിദിന റാലിയെ സ്വീകരിച്ചത്. പ്രദേശവാസിയായ സുനിൽകുമാറും കുടുംബവുമാണ് മദ്രസ ഉസ്താദുമാർക്ക് ഓണക്കോടി നൽകിയത്. നമ്മൾ ഒരുമിച്ച് ജനിച്ചു വളർന്ന ഒരുപാട് ആൾക്കാർ, ഞങ്ങളെ ഒരു കൂട്ടായ്മ അതന്നെ. ഇനി പള്ളി തിരിഞ്ഞാൽ കുറെ ആൾക്കാർ നമ്മളെ ഗസ്റ്റായിട്ട് വരുന്നുണ്ട്. എല്ലാവരും കൂടി ഉള്ള ഒരു പരിപാടി. പാലക്കാട് യാക്കര മുറിക്കാവിൽ നബിദിന റാലിയും ഓണാഘോഷവും ഒരുമിച്ചായിരുന്നു. നബിദിനത്തിലെ ദഫ്മുട്ടുമായാണ് മാവേലിയെ നാട്ടുകാർ വരവേറ്റത്. കൊച്ചി പടമുകളിൽ നബിദിന റാലിയെ സ്വീകരിച്ചത് ക്ഷേത്ര ഭാരവാഹികളായിരുന്നു. തുല്യതയുടെയും മൈത്രിയുടെയും കഥ പറയുന്ന സുദിനങ്ങൾ ഒരുമിച്ച് ആഘോഷിച്ചത് മലയാളികൾക്ക് നവ്യാനുഭവമായി മാറി. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ മുബശ്ശർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ, മലപ്പുറം.